ഇപ്പൊ കുറച്ചായിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ആക്റ്റീവാണ്. നമ്മുടെ ഫേസ്ബുക്കിന്റെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓണായി. പിന്നെ നമ്മുടെ ബ്ലൂമിംഗ് ഡേയ്സിൽ അത്യാവശ്യം വീഡിയോസ് കയറുന്നുണ്ട്. പിന്നെ ഇതിലാണെങ്കിൽ നമ്മളപ്പോൾ അങ്ങനെ വീഡിയോസ് കുറച്ചിട്ടുമുണ്ട് അല്ലേ, കുറയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ചില ആളുകളുടെ ഒരു സംശയമാണ്, ഞാൻ എന്താ ഇപ്പോൾ കുഞ്ഞിനുകുട്ടനെ നോക്കുന്നില്ലേ, കുഞ്ഞിനുകുട്ടനെ കാണുന്നില്ലല്ലോ, എവിടെ എൻ്റെ മക്കൾ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കുറേ മെസ്സേജ് വരാറുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞുണ്ണീനെ അന്വേഷിച്ചാണേ. അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മളാകെപ്പാടെ കുറച്ച് സമയമല്ലേ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുള്ളൂ എന്ന് വെച്ചിട്ട് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ കുഞ്ഞിനുകുട്ടനെ എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ദാ നോക്കിക്കേ, ആ വീഡിയോയിലൊന്നും നമ്മുടെ കുഞ്ഞിനുകുട്ടനെ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ആശാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അമ്മ ഏത് വഴി പോയാൽ ആ വഴിക്ക് ഉണ്ടാവും എൻ്റെ കുഞ്ഞെ. അവന് ഉപേക്ഷിച്ചിട്ടൊരു പരിപാടി എനിക്കില്ലാന്ന് അടുത്തറിയുന്ന ആളുകൾക്ക് അറിയാലോ. വല്ലപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്കാണ് ഈ സംശയം. പക്ഷെ അവർ ചോദിക്കുന്നത് നെഗറ്റീവായിട്ടൊന്നും അല്ല കേട്ടോ. നമ്മുടെ കുഞ്ഞിനുകുട്ടനെ അത്രയധികം സ്നേഹിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ദേ ഇരുന്നും ചിരിച്ച് കളിച്ച് സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ ഏത് പരിസരത്തേക്ക് എങ്ങോട്ട് പോയാലും കുഞ്ഞുണ്ണി ഇല്ലാതെ പോകില്ല കേട്ടോ. കാരണം അവനെ ഇങ്ങനെ വീടിനുള്ളിൽ അടച്ചിടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ പാടുപെടുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് കുഞ്ഞുണ്ണിക്കും നല്ലതാണ്. നമ്മൾ പ്രകൃതിയുമായിട്ട് അറിയുക, പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് മാത്രമല്ല നമ്മുടെ മക്കൾക്കും. ഇപ്പോൾ കുഞ്ഞിനുകുട്ടനെ പോലെയുള്ള മക്കളെന്നൊന്നും ഞാൻ പറയില്ല, നമ്മുടെ നോർമലി ഉള്ള കുഞ്ഞുങ്ങൾക്കും ഒരുപാട് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ആ രണ്ടുപേരും കൂടി ഇവിടെ മത്സരിച്ചിരുന്ന് പൂ പെറുക്കി തിന്നുന്നുണ്ട്. പൂ പെറുക്കി തിന്നാൽ സൗന്ദര്യം കൂടുമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാന്ന് തോന്നുന്നു രണ്ടും കൂടി പെറുക്കി തിന്നുന്നത്. അപ്പോൾ എന്തായാലും ഞാനതെടുത്ത് വായിന്നൊക്കെ എടുത്ത് കളഞ്ഞു കേട്ടോ. പൂ തിന്നാനൊന്നും കൊടുക്കാറില്ല. നമ്മുടെ അൻവിക്കുട്ടിക്ക് പിന്നെ എല്ലാ പൂവും ഒന്ന് പറിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇല്ലേ ആൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. ആള് വേണമെങ്കിൽ പറിച്ച് കുഞ്ഞുണ്ണി ചേട്ടനും കൂടി കൊണ്ടു കൊടുക്കൂട്ടോ. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ കലാപരിപാടികളെ. അപ്പം നമ്മുടെ ബ്ലൂമിംഗ് ഡേയ്സിൽ ഈ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇതിലും ഇനി ഇങ്ങനെ നമ്മുടെ കുഞ്ഞുണ്ണിമുത്തിനെ കാണുന്നതാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ കുഞ്ഞുണ്ണിമുത്ത് ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അല്ലാതെ എൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു നല്ല കഷ്ടപ്പെട്ട പണി തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ, ഇതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് വേറെ തന്നെയാണ് കേട്ടോ. അത് നമ്മുടെ മക്കളിലേക്കും പകർന്നു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് കുഞ്ഞിനെക്കൂടെ ആ വീടിനുള്ളിൽ അടച്ചിട്ടിട്ടിങ്ങ് പോരാം. അവനിപ്പോൾ പുറത്ത് കൊണ്ടുവന്ന് ഇരുത്തിയില്ലെങ്കിൽ എന്നോട് പരാതിയൊന്നും പറയില്ല, അമ്മ എന്താ എന്നെ കൊണ്ടുപോകാത്തതെന്നും നമ്മുടെ കുഞ്ഞുണ്ണി ചോദിക്കില്ലല്ലോ. പക്ഷെ എനിക്ക് പറ്റൂല അത്. ഞാൻ എൻ്റെ കുഞ്ഞുണ്ണി ഓരോ സെക്കൻഡ് നേരവും അവൻ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ഇടപെടുന്നത്. ഇപ്പം ഈ പൂക്കൾ വെക്കുന്നത് കൊണ്ട് അവൻ എന്താണ് മാറ്റം എന്നല്ലേ. പക്ഷെ അവനും പ്രകൃതി അറിയല്ലേ. അമ്മയുടെ കൂടെ ഇരുന്നുകൊണ്ട് അമ്മ ചെയ്യുന്നതെല്ലാം എൻ്റെ മോൻ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പം പറഞ്ഞില്ലെങ്കിലും പിന്നെ ഒരിക്കൽ എന്നോട് പറയും, അമ്മേ ഞാനും നടാൻ വരട്ടെ എന്ന് കുഞ്ഞിനെ എന്നോട് ചോദിക്കില്ലേ. അല്ലെങ്കിൽ എൻ്റെ കൂടെ തൂമ്പയൊക്കെ എടുത്തിട്ട് ആൾ വരത്തില്ലേ. ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ അത്രത്തോളം വലുതാണ് കേട്ടോ. ഇപ്പം ആ കസേരയിൽ ഇരിക്കുന്നതന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അവൻ ആ കസേരയിലൊന്നും ഇരിക്കത്തില്ല.